ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വെറും 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത്രയും ഈസിയാണ്. അപ്പോൾ ഈ ദിവാലിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ സ്വീറ്റ് തന്നെയാണിത്. പിന്നെ ഇതിന് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട് ബർഫി കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ബർഫി ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് 2-3 പേര് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ ആക്കി വയ്ക്കണേ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്പെഷ്യൽ സ്വീറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ മൊത്തം ഇൻഗ്രീഡിയൻസ് അളന്നാൽ മതിയാകും. നെയ്യ് മെൽറ്റായി വരുന്നുണ്ട്. ഈ ടൈമിൽ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയല്ല മൈദ ചേർക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നമ്മൾ ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂടാണല്ലോ നെയ്യ്. അതുകൊണ്ട് ഒന്നുകിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ മതിയാകും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മാവിങ്ങനെ വറുത്തെടുക്കുന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പാൻ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് അടിയിൽ പിടിക്കരുത്. ഇനി ഫ്ലെയിം ഓണാക്കി ഞാൻ മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കണം. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമുക്ക് തിളപ്പിക്കണം. നമ്മൾ ആദ്യം ഗോതമ്പ് പൊടി ചൂടാക്കി എടുത്തില്ലേ, അതും ഇതും വേണമെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ കുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാം. പക്ഷേ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ തന്നെ 2 അടുപ്പിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നല്ലതുപോലെ തിളച്ചത് വലിയ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയോ എന്നുള്ളത്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ നെയ്യിൽ ചൂടാക്കി വെച്ചിരുന്ന ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ ഫ്ലെയിം ഓഫാക്കി ഒരു സ്റ്റീൽ പാത്രം കമഴ്ത്തി അതിൻ്റെ മുകളിൽ നെയ്യ് തടവിയ ബട്ടർ പേപ്പർ ഇട്ടതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ സ്പാച്ചുല കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെയ്യ് തടവിയ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ബദാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ബദാം ഇതിൻ്റെ മുകളിലൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി കോല് വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3/4 ഭാഗത്തോളം തന്നെ സെറ്റായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ്. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ആണെങ്കിൽ അങ്ങനെ, സ്ക്വയർ ആണെങ്കിലോ ഡയമണ്ട് ആണെങ്കിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇത് കുറച്ചും കൂടെ സെറ്റായതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മളുടെ അടിപൊളി സ്വീറ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് ഒടിച്ചപ്പോഴൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ കഴിച്ച് നോക്കുവാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത്ര അടിപൊളി ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വെളിയിൽ നിന്ന് വാങ്ങേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.